സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി പറയാൻ തന്നെയാണ്. ഓക്കെ, എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ സഖാവിനെ ഇപ്പോൾ ഒരു കാവൽ മുഖ്യമന്ത്രിയാക്കിയാണ് നിർത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 6 ദിവസമായിട്ടുണ്ട് ഏകദേശം. അതായത് 4-ാം തീയതി ജനങ്ങൾ എഴുതിയ വിധിയുടെ ആ ഒരു റിപ്പോർട്ട് എന്താണെന്ന് അറിഞ്ഞു, അതായത് റിസൾട്ട് അറിഞ്ഞു. ആ റിസൾട്ട് അറിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനായിട്ട് UDF സാധിക്കാതെ വരുമ്പോൾ ഒരു കാവൽ മുഖ്യമന്ത്രിയുടെ ആവശ്യകത ഉള്ളത് കൊണ്ട് തന്നെയും ആ ഒരു മുഖ്യമന്ത്രി ഇപ്പോഴും കാവൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, അല്ലെ ആ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ ഇപ്പോഴും കാവൽ മുഖ്യമന്ത്രി എന്നൊരു നിലയിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാവൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഔദ്യോഗിക വസതി ഒരുങ്ങുമ്പോൾ ക്ലിഫ് ഹൗസ് അല്ല, അവർ വേറൊരു വസതിയിലേക്കാണ് അവരെ മാറ്റുന്നത്. അങ്ങനെ ഒരു വസതി ഒരുക്കി കൊടുക്കാമെന്ന് പറയുമ്പോൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ഈ പറയുന്നത് പിണറായി വിജയൻ സഖാവ്, എനിക്ക് ആ റൂം വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഔദ്യോഗിക വസതി എനിക്ക് വേണ്ട, പകരം ഞാൻ വേറെ റൂമിലേക്ക് താമസം മാറ്റിക്കോളാം, അതായത് ആഡംബരകരമായിട്ടുള്ള സ്യൂട്ട് എനിക്ക് വേണ്ട, ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ പിണറായി വിജയൻ സഖാവ് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പിണറായി വിജയൻ സഖാവ് എന്താണ് പറഞ്ഞതെന്നുള്ളൊരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ദില്ലിയിലെത്തുന്ന കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ സൗകര്യങ്ങളൊന്നും വേണ്ട എന്നാണ് ദില്ലി കേരള ഹൌസിനെ അറിയിച്ചിരിക്കുന്നത്. 10 വർഷവും മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എനിക്ക് പിന്നിൽ ഈ കാണുന്ന കേരള ഹൌസ് വളപ്പിലെ കൊച്ചിൻ ഹൌസിലാണ് മുഖ്യമന്ത്രി താമസിച്ചിരുന്നത്. ഇതിനുള്ളിൽ 2 മുറികളാണ്, സ്യൂട്ട് റൂമുകളാണുള്ളത്. അതിലൊന്ന് വേമ്പനാട് സ്യൂട്ടാണ്, അവിടെയാണ് മുഖ്യമന്ത്രിയുടെ താമസം. മറ്റൊന്ന് ഗവർണർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന സ്യൂട്ട് റൂമാണ്. ഏതായാലും ഇപ്പോൾ തൽക്കാലം എങ്ങനെയാണ് സൗകര്യങ്ങൾ വേണ്ടത് എന്ന ചോദ്യം ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചത് തനിക്ക് വേമ്പനാട് സ്യൂട്ട് വേണ്ട, പകരം സാധാരണഗതിയിൽ ആളുകൾ വരുമ്പോൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിലെ മുറി മതി, സാധാരണ മുറി മതി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ 204-ാം നമ്പർ മുറി മുഖ്യമന്ത്രിക്കായി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് കേരള ഹൌസ് അധികൃതർ പറയുന്നത്. പ്രതിപക്ഷ നേതാവിനും മുതിർന്ന മന്ത്രിമാർക്കുമൊക്കെ നൽകുന്ന റൂമാണ് 204-ാം നമ്പർ മുറി. അതിലേക്ക് മുഖ്യമന്ത്രി മാറുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാവൽ മുഖ്യമന്ത്രി ആയതിനാൽ ഇവിടെ വേണം എന്നറിയിച്ചിരുന്നെങ്കിൽ ഇവിടെ തന്നെ സൗകര്യം ഇത്തവണ കൂടി ഒരുക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ വേണ്ട എന്ന് മുഖ്യമന്ത്രി നേരിട്ട് അറിയിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ കണ്ടില്ലേ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്? അധികാരമോഹമോ പണം കൂടുതലായിട്ട് വാരണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും അയാൾ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് വന്ന ഒരാളല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? നല്ല മനസ്സുള്ള നല്ല ചിന്താഗതിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെയായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. ഒരു മനുഷ്യനെന്ന നിലയിൽ ആ മുഖ്യമന്ത്രിയെ കാണുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. അല്ലാതെ ചില ആളുകൾ പറയുന്നത് പോലെ ഏകാധിപതി കളിക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഭരണാധികാരി, ഞാനാണ് ഈ നാടിൻ്റെ രാജാവ്, ഞാനാണ് ഈ നാട്ടിലെ വലിയ സംഭവം, കാരണഭൂതൻ കളിക്കാൻ നോക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു കണ്ണുകളിൽ കൂടി ചിന്തിച്ചാൽ ഒരു പക്ഷേ ഇതിനെയും വേറെ തലങ്ങളിൽ കൂടി, അല്ല വേറെ അർദ്ധതലങ്ങളിൽ കൂടി കൊണ്ടുപോകാനായിട്ടല്ല വേറെ രീതിയിൽ ചിന്തിക്കാനായിട്ട് സാധിക്കും. പക്ഷേ മനുഷ്യത്വമുള്ള ജനങ്ങൾ ഒരിക്കലും ആ രീതി ചിന്തിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ സഖാവിനോട് ജനങ്ങൾക്ക് വിരുദ്ധതയാണ്, അല്ലെ ജനങ്ങളുടെ മനസ്സിൽ പിണറായി വിജയനോട് വലിയ ദേഷ്യമാണ്. അതുകൊണ്ടാണ് ഈ ഇലക്ഷനിൽ വലിയ പരാജയം, സമ്പൂർണ്ണ പരാജയം, അല്ലെങ്കിൽ വലിയ സംഭൂജ്യമായി പോയതെന്നൊക്കെ പല ആളുകളും എഴുതുന്നുണ്ട്. ഇത് പിണറായി വിരുദ്ധത കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത്. ഒരിക്കലും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ശരിക്കും ഒരു പിണറായി വിരുദ്ധതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ എന്തൊക്കെയോ അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പാണ്. കാരണം ഇലക്ഷന് മുൻപ് തന്നെ VD സതീശൻ പറയുകയുണ്ട്, ഞങ്ങൾ 100 വോട്ടുകൾക്ക് മുൻപിൽ, അല്ലെ 100 സീറ്റുകൾക്ക് മുകളിൽ ഞങ്ങൾ വിജയിക്കും. പിന്നീട് അതേ VD സതീശൻ പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്, അതായത് 2 അല്ലെങ്കിൽ 3 സീറ്റ് BJPക്ക് കിട്ടും. ഈ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി. അതായത് 100-ന് മുകളിൽ സീറ്റുകളിൽ വിജയം കൈവരിച്ച ഒരു പാർട്ടിയായിട്ട് UDF മാറി. 3 സീറ്റുകൾക്ക് മുകളിൽ, അല്ലെ 3 സീറ്റുകൾ കിട്ടി BJPയും ജയിച്ചു. ഇതൊക്കെ പറയാൻ പ്രവചിക്കാൻ ഇയാളാരാണ്? കാണിപ്പയ്യൂരാണോ ഈ VD സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ? അപ്പോൾ എന്തൊക്കെയോ അട്ടിമറികൾ അവിടെ നടന്നിട്ടുണ്ട്. ശരിക്കും ലീഗിൻ്റെ വോട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ അധികം ലീഗിനെ പറ്റി പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത് കാര്യങ്ങളൊക്കെ അതിൻ്റെ നമുക്ക് വരും വഴി അറിയാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പ്രതികരിക്കാതെ ഇപ്പോൾ LDF മൗനം പാലിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും പറയുന്നുണ്ട്. മിണ്ടിയാൽ കുറ്റം, മിണ്ടിയില്ലെങ്കിൽ കുറ്റം, എന്തിനാണ് മിണ്ടുന്നത് എന്നുള്ളൊരു ചിന്താഗതിയിലായിരിക്കും അവർ ഒരു പക്ഷേ ഇരിക്കുന്നത്. മിണ്ടിയിട്ടും കാര്യമില്ല എന്നും ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ എപ്പോഴും എല്ലാവരുടെയും മുൻപിൽ ഒരു സ്വീകാര്യനായിട്ടുള്ളൊരു നേതാവായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായിട്ടിരിക്കണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ ഒരു ഔദ്യോഗിക വസതി വേണ്ട, കൊച്ചിയിലുള്ള അല്ലെ കേരള ഹൗസിൽ ഞാൻ താമസിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ റൂം മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇതിനെയും കുറ്റം പറയാനായിട്ട് കുറേ ആളുകളുണ്ട് കേട്ടോ, കമൻറ്റ് ബോക്സിലൊന്നും എഴുതുന്നുണ്ട്. പിന്നെ ഈ മുഖ്യമന്ത്രി ഇതുവരെ തിരഞ്ഞെടുക്കാത്തതിൽ എന്താണ് ഇത്രയും സമയമെന്ന് ചോദിക്കുമ്പോൾ ചില ആളുകളുടെ പോസ്റ്റുകൾ ഞാൻ കണ്ടു. അതായത് LDF ഭരണത്തിൽ വരുന്നില്ല, LDF ഭരണത്തിൽ വരുന്നതിന് മുൻപ് 5 ദിവസങ്ങളോളം താമസിച്ചിട്ടാണ്, അല്ലെ 5 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചതെന്നാണ് പറയുന്നത്. 5, 10, 20 അല്ലെ 1 മാസം കഴിഞ്ഞോട്ടെ, പക്ഷേ അവിടെ ഈ കസേരകളി ഇല്ലായിരുന്നു.
ഇപ്പോൾ ആ പേരുകൾ എനിക്ക് തോന്നുന്നു 6-7 പേരോളം ആയിട്ടുണ്ട് മുഖ്യമന്ത്രിയായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ മുരളീധരൻ അടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇനി വേണമെങ്കിൽ ചാണ്ടി ഉമ്മനും പറയാം എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്നുള്ളത്. ഇവരുടെയൊക്കെ മെഴുകൽ എന്തായിരുന്നു എന്നും ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്നും ഒക്കെ ഉള്ളത് ആ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ കത്തിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഭയങ്കര പ്രതികരണമായിട്ടൊക്കെ വി ഡി സതീശൻ അടക്കമുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. എല്ലാം വെറും എന്താ പറയുക വായ്ത്താളം മാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി ഞാൻ കുറച്ച് വീഡിയോസ് കൂടി കാണിക്കുന്നുണ്ട്. അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പറയുന്ന ഇടതുപക്ഷത്തിനെ ഇനിയും ക്യാപ്റ്റനായി തന്നെ, അല്ല നമ്മുടെ എല്ലാവരുടെയും ഇരട്ടച്ചങ്ങനായിട്ടുള്ള ക്യാപ്റ്റൻ തന്നെ നയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഞാൻ കണ്ടു. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആവരുതെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളും പാർട്ടിയിലുള്ള കുറേ ആളുകളും പറഞ്ഞ് വൈരുദ്ധ്യം പ്രകടിപ്പിക്കുകയും അല്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വിമുഖത പ്രകടിപ്പിക്കുകയോ ചെയ്തതിൻ്റെ പിന്നാലെ മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് വന്നിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാനായിട്ട് ഞാൻ തന്നെ ഉണ്ടാവും. ഭരണപക്ഷം ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കാനും ഇവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ചൂണ്ടിക്കാണിക്കാനുമായിട്ട് ഇവരുടെ ഓപ്പോസിറ്റായിട്ട് ഓപ്പോസിഷൻ ലീഡറായിട്ട് ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. അതായത് പാർട്ടിയിൽ ബുദ്ധിമുട്ടുണ്ടായത് ഞാൻ മൂലമാണെങ്കിൽ ആ ഞാൻ മൂലം തന്നെ ആ ബുദ്ധിമുട്ടുകൾ മാറ്റാനും ഞാൻ തയ്യാറാണെന്നുള്ളൊരു ധാർഷ്ട്യത്തോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രി വന്നിരിക്കുന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ വാർത്ത കൂടി ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമെന്നുള്ളതാണ് ബിഗ് ബ്രേക്കിംഗ് നൗ. പിണറായി വിജയൻ പരാജയത്തിന്റെ ഉത്തരവാദിത്തം മുന്നണിക്ക് വേണ്ടി ഏറ്റെടുക്കുകയാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇപ്പോഴും കാവൽ മുഖ്യമന്ത്രി അദ്ദേഹമാണ്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. പ്രതിപക്ഷ നേതാവാകാനുള്ള സന്നദ്ധത പൊളിറ്റ് ബ്യൂറോയെ അറിയിക്കാൻ പോവുകയാണ്. പാർട്ടി മേൽഘടകത്തെ അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപായി അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയിക്കാൻ പോവുകയാണ്. സൂരജ്, മുഖ്യമന്ത്രിയായിരുന്നു, 10 കൊല്ലം നയിച്ചു, പ്രതിപക്ഷത്തെയും നയിക്കുമെന്ന് അറിയിക്കുകയാണോ? സന്നദ്ധനാണോ പിണറായി വിജയൻ? സുജയ, പാർട്ടി എന്നൊക്കെ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ടോ അന്നൊക്കെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച ചരിത്രമാണ് പിണറായിക്കുള്ളത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ പരാജയം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേരിടേണ്ടി വരുന്നു. പക്ഷേ ഈ പരാജയ ഘട്ടത്തിലും പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ പിണറായി വിജയൻ ഒരുങ്ങുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച പാർട്ടി വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ മാറി നിൽക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഉള്ളത്. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനൊക്കെ ശേഷം എല്ലാവരും പറഞ്ഞ കാര്യമുണ്ട്, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി എത്തില്ല എന്നുള്ളതാണ് പലരും കണക്കുകൂട്ടിയത്. രാഷ്ട്രീയ നിരീക്ഷകരുടെ അടക്കം കണക്കുകൂട്ടൽ അതായിരുന്നു. പക്ഷേ ആ കണക്കുകൂട്ടൽ ഇവിടെ പിണറായി വിജയൻ തിരുത്തി എഴുതുകയാണ്. പ്രതിപക്ഷത്ത് നിന്ന് പാർട്ടിയെ നയിക്കാൻ തയ്യാറാണ് എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. നാളെയാണ് CPIM-ന്റെ PB യോഗം ചേരുന്നത്. ഇതുവരെയും അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം അടക്കം ഫേസ്ബുക്കിലൂടെ അദ്ദേഹം നടത്തിയ പ്രതികരണമുണ്ട്. ഇതൊരു പ്രതിസന്ധി ഘട്ടമാണ്, പക്ഷേ നമ്മൾ തിരിച്ചു വരും എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും കണ്ടില്ലേ, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മഹാമാരികളെയും വലിയ വിപത്തുകളെയും എല്ലാം പോസിറ്റീവായിട്ട് കണ്ട് നേരിട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഈ പറയുന്ന വെറും വായ്ത്താളങ്ങളെയും ആ രീതിയിൽ തന്നെ കാണുകയുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് കേട്ടോ. അതായത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ നിന്ന് ഞാനുണ്ട്, അല്ലെങ്കിൽ ഈ സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട്, ഭയമല്ല വേണ്ടത് ജാഗ്രതയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മുദ്രാവാക്യവും മുന്നിലേക്ക് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആശയവും മുന്നിലേക്ക് വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ആ ഭീതിയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടാതെ അവർക്കെല്ലാം ജീവിക്കാനും അവർക്കെല്ലാം ജീവിതത്തിലേക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് കണ്ടുപിടിക്കുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയായിരുന്നു ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു സഖാവ്. ശരിക്കും നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു നേതാവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. EMS-നെ പറ്റി പറയാറുണ്ട് പലരും, VS-നെ പറ്റി പറയാറുണ്ട്, അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയെ പറ്റി പറയാറുണ്ട്. ഇതെല്ലാം മരണശേഷമാണ് പൊക്കി പറഞ്ഞിട്ടുള്ളതെങ്കിലും ഈ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ എങ്ങനെയായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കേരളത്തിലെ ഓരോ കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും അറിയാൻ പറ്റും. പല ആളുകളും പറഞ്ഞു മെഴുകുന്നത് മുഖ്യമന്ത്രിയോടുള്ള വിരുദ്ധത കൊണ്ടാണ്, ഈ ഇലക്ഷനിൽ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ പോലും തോൽപ്പിച്ചെന്നാണ്. എനിക്കൊരിക്കലും അങ്ങനെ തോന്നുന്നില്ല. ഇത് എന്തിൻ്റെയൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പിന്നാലെ ഓടിയത് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അല്ലെങ്കിൽ പെണ്ണുപിടിയന്മാരുടെ ഒരു കൂട്ടമായിട്ടുള്ള ആളുകളായിട്ടുള്ള സംഘടിച്ചിരിക്കുന്ന ആ ഒരു ടീം UDF എങ്ങനെ വിജയിക്കും? എന്തെങ്കിലും സേവനം അവർ ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? വയനാട് വിഷയം തന്നെ നിങ്ങൾ കാരണമായിട്ട് എടുത്തോ. വയനാട് വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇവരെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുപോലെ എത്രയെത്ര വിഷയങ്ങളാണ് നടന്നിട്ടുള്ളത്. ഈ വിഷയങ്ങളിൽ ഒന്നിലും പ്രതികരിക്കാതെ, ഒന്നിലും നേരിട്ടിടപെടാതെ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പോസിറ്റ് ഇരുന്നൊരു ലീഡർ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മെഴുകലുകളൊക്കെയായിരുന്നു VD സതീശൻ അടക്കമുള്ള ആളുകൾ. ഇപ്പോൾ മുഖ്യമന്ത്രി കസേര വന്നപ്പോൾ അതിനും അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് VD സതീശനും അവരുടെ കൂട്ടത്തിലുള്ളവരും. ഇങ്ങനെയുള്ള തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്ന ആളുകൾക്ക് ഒരു ജനങ്ങളുടെ ഒരു പൊതുവികാരം, അല്ലെ ജനങ്ങളുടെ ഒരു ആവശ്യം, പൊതുവായ ഒരു ആവശ്യം മുന്നിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് തീരുമാനമെടുക്കാൻ സാധിക്കുക? ഇപ്പം മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ തന്നെ വരുന്നതിരിക്കട്ടെ, അയാൾ തന്നെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അയാൾ വരികയാണ്. മുഖ്യമന്ത്രി വരുന്ന സമയത്ത് ജനങ്ങളുടെ ഒരു അവകാശം, അല്ലെ ഒരു ആവശ്യം
ഇവർ നിറവേറ്റി കൊടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ വി.ഡി. സതീശൻ ആരോടൊക്കെ ചോദ്യം ചോദിക്കണം, അല്ല ആരുടെയൊക്കെ അനുവാദം ചോദിക്കണം? ജി. സുധാകരൻ്റെ ചോദിക്കണം, കെ. സി. വേണുഗോപാലിൻ്റെ ചോദിക്കണം, സണ്ണി ജോസഫിൻ്റെ ചോദിക്കണം, വി. മുരളീധരൻ്റെ ചോദിക്കണം. ഇങ്ങനെ എല്ലാ ആളുകളോടും ചോദിച്ചിട്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്ന സമയത്ത് എന്തായിരുന്നു? സഖാവ് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ചെയ്തു തന്നിട്ടുണ്ട്. നമുക്ക് വിശക്കുമ്പോഴാണല്ലേ ആഹാരം തരേണ്ടത്. വിശപ്പ് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുതന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വെറും പാഴ് വസ്തു മാത്രമാവും അത്. വെറുതെ കഴിക്കാമെന്നുള്ളതല്ലാതെ വേറൊരു ഗുണവുമില്ല. അങ്ങനെ ആവശ്യമായിട്ടുള്ള സമയങ്ങളിലെല്ലാം ഈ നാട്ടിലെ ജനങ്ങളെ സഹായിച്ചും ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നിട്ടുമുള്ള ഒരു സർക്കാരും മനുഷ്യരുമാണ് ഇടതുപക്ഷത്തിനൊപ്പമുള്ളതും അല്ലെ ഇടതുപക്ഷത്തിലുള്ളതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നല്ല മനുഷ്യരാണെങ്കിൽ, നല്ല മനുഷ്യസ്നേഹികളാണെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാൻ ഒരിക്കലും പറ്റില്ല. ഇതൊക്കെ കണ്ടിട്ട് എന്നെ കമ്മിയാക്കാൻ നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. നിങ്ങളിനി എന്നെ കമ്മിയാക്കിയാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം നേരിൻ്റെ പക്ഷമാണ് ഞാൻ എപ്പോഴും പോകാറുള്ളത്. ആ നേരിൻ്റെ പക്ഷം ഇടതുപക്ഷമാണെന്ന് തോന്നിയത് കൊണ്ടും ഇടതുപക്ഷം ഹൃദയപക്ഷമാണെന്ന് തോന്നിയത് കൊണ്ടുമാണ് ഞാൻ അവരെ അനുകൂലിക്കുന്നത്. ഈ നാളെ ഈ പറയുന്ന വലതുപക്ഷം വന്നിട്ട്, അതായത് UDF വന്നിട്ട് ഇതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഞാൻ അവർക്കൊപ്പവും നിൽക്കും. ഇത് അപ്പപ്പോൾ കാണുന്നതിന് അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ പൊതുവേ ഒരു കാര്യം പറയുമ്പോൾ അതിൽ നല്ലതും പറയണം, മോശവും പറയണം. LDFൻ്റെ മോശം കാര്യങ്ങളെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങളെപ്പറ്റി ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. നല്ലത് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ, അതുകൊണ്ടാണ് നല്ലത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണെന്ന് വെച്ചോ. നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനും കാണുന്നത്. അല്ലാതെ വേറെ കണ്ണുകളിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ അതിനെ വേറെ രീതിയിൽ കാണാൻ പറ്റും. ഞാൻ ആ കണ്ണുകളിൽ കൂടി ഒന്നും നോക്കുന്നില്ല. എൻ്റെ കൺമുൻപിൽ കാണുന്നതെല്ലാം ശരിയാണെന്ന് തോന്നിക്കൊണ്ട് തന്നെ, വാസമൊന്നുമല്ല, തോന്നിയ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറയുക എന്നുള്ളത് തന്നെയാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലതുപക്ഷമായിട്ട് അല്ലെ പ്രതിപക്ഷമായിട്ട് വരാൻ പോകുന്നത്, വലതുപക്ഷത്തിനെ പേടിപ്പിക്കാനും വലതുപക്ഷത്തിന് കൂടുതൽ വിയർക്കാനും ഒരു കാരണമായിട്ട് വരാൻ പോകുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. ഇതിന് ഏറ്റവും അർഹനായിട്ടുള്ളൊരു വ്യക്തി മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം ഈ കേരളത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയാണ്. അതായത് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയാൻ നിങ്ങൾ പറയുന്നത് അതും മുഖ്യമന്ത്രി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലോ അല്ലെ ഈ ഒരു പ്രതിസന്ധി സമയത്തും ഞങ്ങൾ കൈവിടില്ല, ഞങ്ങൾ ഈ സർക്കാർ ഒപ്പം ഉണ്ടാവും, അല്ലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വലതുപക്ഷത്തിനെ നേരായ വഴിയിൽ കൂടി വിടാനായിട്ട് ഒരു വർഗീയ ശക്തികളെയും ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ടും ഇതേ ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വീണ്ടും ഒരു കരുത്ത് പകരാനും അവർക്ക് വീണ്ടും ഒരു മനസ്സിന് ഉറപ്പ് നൽകാനും അല്ലെ അവരെ ചേർത്ത് പിടിക്കാനുമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ വീണ്ടും വരികയാണ് ഭരണത്തിലേക്ക്. അപ്പോൾ എന്തായാലും ഒരു 5 വർഷം വേണ്ട, ഒരു 2-3 വർഷം കൂടെ, 2-3 മാസം കഴിയട്ടെ. അത് കഴിയുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു തുടങ്ങും ആരായിരുന്നു ശരിയെന്നുള്ളത്. ഇപ്പം തന്നെ ഈ പറയുന്ന മറുനാടൻ മലയാളിയുടെ ഓണറായിട്ടുള്ള ഷാജൻ സ്കറിയ പറയുകയുണ്ടായി മുഖ്യമന്ത്രി മാപ്പെന്ന്. ഇതുപോലെയുള്ള കൂടുതൽ വാർത്തകളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും. എന്തായിരുന്നു ശരി, ആരായിരുന്നു ശരിയെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.